വാർത്തകൾ ഇപ്പോൾ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുക. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ആ വിധി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങൾക്കുണ്ടായ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ വല്ല തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലഭിച്ച വോട്ട് 78,527. എന്നാൽ ഇത്തവണ UDF ലഭിച്ച വോട്ട് 77,057 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഇപ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല. UDF 1470 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ UDF കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പട്ടികയിലല്ല നിലമ്പൂർ നിയോജക മണ്ഡലം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ മത്സരിച്ച സന്ദർഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ലഭിച്ച വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമായി നിങ്ങളെല്ലാം കയ്യിൽ ഉള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമേ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമ്പോഴാണ് LDFിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിച്ച് വരാൻ സാധിച്ചിട്ടുള്ളത്. UDFിനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. UDFിന് ലഭിച്ച വോട്ടുകൾ എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ വോട്ടാണ് ഇപ്രാവശ്യം ലഭിച്ചതെങ്കിലും ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടുകൂടിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി തന്നെ വിധി വരുന്നതിന് മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവർക്ക് മുമ്പ് അവിടെ 12,284 വോട്ട് വരെ ലഭിച്ചിട്ടുണ്ട്.